സ്വാഗതം. ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തിയ അറബ് വംശജർ മലയാളി സ്ത്രീകളെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു, മക്കളും പേരക്കിടാകളുമായി. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരാണ് കൂടുതലായി വിവാഹം ചെയ്തിട്ടുള്ളത്, ചെയ്യുന്നതും. എന്നാൽ ഞങ്ങൾ ഇവിടെ പരാമർശിക്കുന്ന ഒരു വിവാഹം അറബ് വംശയെ യുഎയിൽ നിന്നുള്ള ഒരു യുവതിയെ വിവാഹം ചെയ്ത മലയാളിയെ കുറിച്ചാണ്. അറബ് കേരള സംസ്കാരങ്ങൾ ഒന്നിച്ച വിവാഹം, അപൂർവമായ ഒരു വിവാഹമാണിത്. സ്നേഹത്തിന്റെ മുമ്പിൽ എന്താ പറയുക, നാടുമില്ല, രാജ്യങ്ങളൊന്നും പ്രശ്നമില്ല, രാജ്യം ഭാഷ അതൊന്നും പ്രശ്നമില്ല. പ്രണയത്തിന് മുന്നിൽ ഭാഷയും നാടും ഒന്നും പ്രശ്നമല്ല. രണ്ട് ഹൃദയങ്ങൾ പരസ്പരം മനസ്സിലാക്കണം, സ്നേഹിക്കണം. ഇത് പറയുന്നത് ഇക്ബാലാണ്, നിറഞ്ഞ ആത്മാർത്ഥതയോടെ. കാസർഗോഡ് സ്വദേശിയായ ഇക്ബാലിന്റെ ജീവിതത്തിലേക്ക് 4 വർഷം മുമ്പ് സഖിയായി എത്തിയത് UAE സ്വദേശിനിയായ ആലിയയാണ്. ഏറെ നാൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇവർ വിവാഹിതരായത്. حبيبي يا نور العين يا ساكن خيالي عاشق بقالي سنين ولا غيرك في بالي حبيبي يا نور العين. ആദ്യമായിട്ട് കണ്ടത് ഹയാത്ത് ഏജൻസിൽ വെച്ചിട്ടാണ്. അവിടെ ഇവിടെ ജ്യേഷ്ഠത്തിന്റെ കുക്കിങ് അവിടെ ഐസ് സ്കാറ്റിങ് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് കണ്ട് ഞാനവിടെ എൻ്റെ കസിൻ ബ്രദർ അവിടെ ഐസ് സ്കാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ വീക്കെൻഡും അവിടെ പോകാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കണ്ടുവരുന്നു. സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഇരു വീട്ടുകാർക്കും. സുഹൃത്തുക്കളും ബന്ധുക്കളും പറഞ്ഞു വേണ്ട എന്ന്. പക്ഷെ ഇക്ബാലിന് ഉറപ്പായിരുന്നു എല്ലാം ശരിയാകുമെന്ന്. ഒടുവിൽ പ്രണയം തന്നെ വിജയിച്ചു. എൻ്റെ ഉമ്മൻ്റെ അടുത്ത്, ഫാദറിൻ്റെ അടുത്തും വാപ്പൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർക്ക് സമ്മതമായിരുന്നു. പക്ഷേ ഒരു പേടി, ഇങ്ങനെ ലോക്കല്. പിന്നെ ഇപ്പോൾ പറഞ്ഞു ഇൻഷാല്ലാ നോക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ രണ്ടാമത് ഇവരെ വീട്ടുകാരെ അറിയിച്ചു ഞാൻ. പക്ഷേ വീട്ടുകാർ ഫസ്റ്റ് സമ്മതിച്ചില്ല. വേറെ നാട്ടുകാരല്ല അവരിടുന്നു. എൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളൊക്കെ പറഞ്ഞു എങ്ങനെയാണ് കഴിക്കുക, ഇവിടുത്തെ അറബിയല്ലേ, അപ്പം നീ ഇങ്ങനെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്താ ഞാൻ എല്ലാം അള്ളാഹിനെ അർപ്പിച്ചുകൊണ്ട്. പിന്നെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു, എന്നാലും എല്ലാം ക്ലിയറായി സോൾവായി. വിശ്വാസം. ഇവിടെ വെച്ചിട്ട് റിസപ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ പോയി. നാട്ടിലൊരു ഫാമിലിയും കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ച് നാട്ടിലൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിവാഹത്തിന്റെ പ്രത്യേകത മാത്രമല്ല ഇതിൽ നിഴലിക്കുന്നത്. ഒരു രാജ്യത്തിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ ഒരു യുവതിയെ വധുവാക്കുമ്പോൾ ആ രാജ്യത്തിലെ ഗവൺമെന്റ്, ഭരണാധികാരികൾ കാണിക്കുന്ന സൂക്ഷ്മതയും ജാഗ്രതയുമാണ് ശ്രദ്ധേയമാവുന്നത്. ഭരണാധികാരികൾ പരസ്പര വിവാഹത്തിനെതിരല്ല. എങ്കിലും ഭാര്യയെ പോറ്റാൻ ഭർത്താവിന് സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ പൗരന്മാരുടെ ഭാവി ജീവിതത്തെ കൂടി ശ്രദ്ധിക്കുന്നുണ്ടെന്ന സൂചനയാണ് അതിലുള്ളത്. ആർക്കും ആരെയും വിവാഹം ചെയ്യാം എന്ന സ്വാതന്ത്ര്യത്തിന്മേൽ കൈവച്ചുകൊണ്ട് നിരന്തരം വിവാഹം ചെയ്യുന്ന സാമൂഹികമായ അനീതിക്ക് പകരം മതപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വധുവരന്മാർക്ക് ഭാവിയിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടോ എന്ന അന്വേഷണം നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാക്കേണ്ടതുണ്ട്. ചിലപ്പോഴേക്ക് വിവാഹമോചനങ്ങൾക്ക് വ്യക്തവും വിശദവുമായ ഇത്തരം അന്വേഷണങ്ങളുടെ അഭാവം കാരണമാവുന്നു. വിവാഹ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന സൂക്ഷ്മത കൈമോശം വരുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിൽ കാറ്റും കോളും നിറയുന്നത്. വിവാഹത്തിന് മുമ്പ് പ്രകടമാക്കുന്ന ഇത്തരം ജീവിത നിരീക്ഷണം ഇന്നത്തെ ലോകത്ത് പ്രായോഗികമായ ഒരു അനിവാര്യതയാണ്. 16 വർഷമായി ഇക്ബാൽ UAEയിൽ എത്തിയിട്ട് സ്വന്തമായി ബിസിനസ് നടത്തുന്നു. ആലിയ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ജീവനക്കാരിയാണ്. ഒരു UAE പൗരയ്ക്ക് മറ്റൊരു രാജ്യത്തെ പൗരനെ വിവാഹം കഴിക്കണമെങ്കിൽ ചില നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അബുദാബിയിൽ പ്രസിഡന്റ് കൂടി അംഗമായ കമ്മിറ്റിയിൽ നിന്നും ദുബായ് കോടതിയിൽ നിന്നും അനുമതി വേണം. ഭാര്യയെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടെന്ന ഉറപ്പു വേണം. വിവാഹത്തിന് രക്ഷകർത്താക്കൾ നിർബന്ധമായും ഹാജരാകണം. നമ്മൾ ഫസ്റ്റ് കല്യാണിക്കുന്ന സമയത്ത് ദുബായ് കോർട്ട് മുഖാന്തരം ഷെയ്ഖ് ഖലീഫ, UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫയ്ക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം. UAE പ്രസിഡന്റ്. അപ്പോൾ അവിടെ ഒരു ലെജൻ ഉണ്ട്. ലെജൻ പറഞ്ഞ കമ്മിറ്റിയാണ്. അവിടുന്ന് ആ കമ്മിറ്റി അവിടുന്ന് പാസ്സായെങ്കിൽ മാത്രമേ ദുബായ് കോർട്ട് കല്യാണം ചെയ്യുള്ളൂ. ഫാമിലി മാത്രം സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇവിടുത്തെ ഗവൺമെന്റ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്താൽ ഗവൺമെന്റ് അത് അപ്രൂവൽ ചെയ്ത് തരണം. അല്ലെങ്കിൽ മാത്രമേ കോർട്ട് കല്യാണം കഴിച്ചുള്ളൂ. ദുബായ് കോർട്ട് മുഖാന്തരം ഏത് സ്റ്റേറ്റിനാണോ നമ്മൾ കല്യാണം കഴിക്കുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ് ഉണ്ട്, ഷാർജ, ദുബായ്, അബുദാബി. അപ്പോൾ ഏത് സ്റ്റേറ്റിനെ കഴിക്കാം, അപ്പോൾ അവിടെ ദുബായ് ആ സ്റ്റേറ്റിലുള്ള
കോർട്ട് മുഖാന്തരം ആരാണ് സ്ത്രീകൾ കുട്ടിന്റെ രക്ഷിതാവായിട്ടുള്ള ഗാർഡിയൻസ് ആരാളുള്ള അവരും കൂടി അവിടെ പോകണം കാവീനടുത്ത്. അവിടെ പോയ ശേഷം അവർ അവിടെ നിന്ന് നമ്മുടെ അടുത്ത് നിന്നെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം സമ്മതമാണോ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കും. അവർ കല്യാണം കഴിക്കാൻ പറ്റുമോ, സാമ്പത്തികമായിട്ടും അവർ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടുന്ന് തോന്നിയെങ്കിൽ മാത്രമേ ഇവർ നമ്മുടെ പേപ്പർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. 1.5 മാസത്തിനുള്ളിൽ അതെല്ലാം ശരിയായി. ഒടുവിൽ ദുബായിൽ വെച്ച് വിവാഹം നടന്നു. നാട്ടിൽ വെച്ച് റിസപ്ഷനും. നാട്ടിൽ എല്ലാവർക്കും കൗതുകമായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ ശേഷം നാട്ടിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഇത് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുള്ളൂ, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 5 ദിവസം ഉണ്ടായിരുന്നു നാട്ടിൽ, 5 ദിവസം ഉണ്ടായിരുന്നു. ഈ 5 ദിവസവും വീട്ടിൽ എന്താ പറയാ സന്ദർശകരെ ഇത് കൊണ്ട് തിരക്കായിരുന്നു. എല്ലാ ആൾക്കാർ കുറെ ദൂരമുള്ള നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഞാൻ കാണാൻ വന്നിരുന്നു വീട്ടിലോട്ട്. ഇപ്പോൾ ഇരു വീട്ടുകാർക്കും സന്തോഷം. ആലിയയെ പരിചയപ്പെടുമ്പോൾ ഇക്ബാലിന് അറബി ശരിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ നന്നായി സംസാരിക്കും. ബാപ്പയും സഹോദരങ്ങളും ഇംഗ്ലീഷിലും അറബിക്കിലുമായി ആലിയയോട് സംസാരിക്കും. പക്ഷേ ഉമ്മയുടെ കാര്യമാണ് പ്രശ്നം. ഭാഷ പ്രശ്നമാക്കുന്നുണ്ട്. പക്ഷെ ഭക്ഷണം മുളക് കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഉമ്മ സ്പെഷ്യലായിട്ട് വൈഫിന് ഉണ്ടാക്കി കൊടുക്കും. ഉമ്മ ഹാപ്പിയാണ്. ഉമ്മ കല്യാണം കഴിച്ചതിലൊക്കെ സന്തോഷമാണ്. പക്ഷെ സംസാരിക്കാൻ മാത്രം പറ്റുന്നില്ല. അത് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ രണ്ടാളും സലാം ചെല്ലും. ഇവള് സലാം ചെല്ലും, ഉമ്മ സലാം ചെല്ലും, അസ്സലാമു അലൈക്കും വലൈഹിസ്സലാം. പിന്നെ രണ്ടാളും ചിരിക്കലാണ്. പിന്നെ ഉമ്മ ഇപ്പൊ കൈപ്പാലക്കുന്നൊക്കെ ചോദിക്കും. It's nice. I didn't stay too much there and too long. Only 4 days, 5 days. It's okay. We went to Kochi and Trivandrum. ഹിന്ദി സിനിമകൾ ആലിയയ്ക്ക് ഇഷ്ടമാണ്. മലയാള ഭാഷ ഇനിയും വഴങ്ങിയിട്ടില്ല. എങ്കിലും 1-2 വാക്കുകളൊക്കെ പറയും. എന്ത് വിശേഷം? വളരെ വേഗതയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രശസ്തമായ യുഎയുടെ വളർച്ചയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകിയ ഭരണാധികാരികളുടെ മറ്റെല്ലാ പ്രവാസികൾക്കുമെന്ന പോലെ ഇക്ബാലിനും ആരാധനയാണ്. യുഎഇയിൽ തൊഴിൽ കണ്ടെത്താൻ 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് വാതിൽ തുറന്നുകൊടുത്ത സംസ്കാരത്തോട് ബഹുമാനവും. അതുകൊണ്ട് തന്നെ സുന്ദരമായ ഈ രാജ്യത്തിൽ നിന്നൊരു ജീവിതസഖിയെ ലഭിച്ചതിൽ ഇക്ബാൽ ചാരിതാർത്ഥ്യം കൊള്ളുന്നു. ദുബായിൽ ബിസിനസ് നടത്തുന്ന ഇക്ബാലിന് പ്രമുഖരായ ഒട്ടേറെ സുഹൃത്തുക്കളുണ്ട്. വ്യവസായ, രാഷ്ട്രീയ, ചലച്ചിത്ര മേഖലകളിലായി നിരവധി സുഹൃത്തുക്കൾ. പക്ഷേ യുഎഇയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദാണ് ഇക്ബാലിനെ ഏറെ സ്വാധീനിച്ച വ്യക്തിത്വം. ദുബായ് തന്നെയാണ് ഇക്ബാലിന്റെ പ്രിയപ്പെട്ട സ്ഥലവും. മലയാളികളെ ഇഷ്ടപ്പെടുന്നവരാണ് യുഎഇ സ്വദേശികളെന്ന് ഇക്ബാൽ പറയുന്നു. ഇവിടെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മളോട് മലയാളികളോട് മലയാളികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. മലയാള കൾച്ചറിനോട് സ്നേഹമുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഇവിടുത്തെ അറബിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരളം കാണാത്ത ആൾ കുറവായിരിക്കും. ഏകദേശം ആൾക്കാർക്ക് കേരളത്തിൽ പോകുന്നുണ്ടല്ലോ. അപ്പം നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഗിസേസിലെ ഈ വീട്ടിൽ രാവിലെ 2 തരം പത്രങ്ങൾ വരും, മലയാളവും അറബിയും. ഇത്തരം കാര്യങ്ങളിൽ ഒഴിച്ചാൽ ആലിയയും ഇക്ബാലും ഒരേ സ്വഭാവക്കാർ തന്നെ. ആലിയയുടെ കുടുംബത്തിനും ഇക്ബാൽ ഇന്ന് ഇഷ്ടപ്പെട്ട ബന്ധുവാണ്. ആലിയയുടെ സഹോദരിയുടെ മക്കൾ വേനലവധി ചിലവഴിക്കാൻ ഇവിടെ എത്തിയിരുന്നു. ഒരുമിച്ച് പാട്ടും കളിയുമായി കഴിയുന്ന ഇവരെ കാണുമ്പോൾ യുഎഇയും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രാതീതമായ ബന്ധം നമുക്ക് ഓർക്കാതിരിക്കാനാവില്ല. രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ദൃഢബന്ധത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ സഹകരണത്തിന്റെ ആത്മസ്പർശം പ്രകടമാണ്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധം പോലെ തന്നെ ഊഷ്മളവും സുതാര്യവുമാവുമ്പോഴാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയ സമീപനങ്ങൾ ശക്തമാകുന്നത്. ഇന്ത്യയും യുഎഇയും തമ്മിൽ കേവലമായ നയതന്ത്ര ബന്ധം മാത്രമല്ല ഉള്ളത്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറത്ത് സാംസ്കാരികമായ സമന്വയമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യദാർഢ്യത്തിന് പിന്നിലുള്ളത്. യുഎഇയും ഇന്ത്യയും തമ്മിൽ ചരിത്രാതീതമായ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ സാമൂഹ്യ സാംസ്കാരിക വ്യക്തിബന്ധങ്ങളുടെ ചരിത്രമായി അത് മാറുകയാണ്.
عشت لشعب دينه الإسلام هدي والقرآن حصنتك بسم الله يا وطن بلادي بلاد